وأصحاب المشأمة ما أصحاب المشأمة وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين. പരിശുദ്ധ ഖുർആൻ വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, ദൗർഭാഗ്യവന്തರು അല്ലണ്ടെങ്കിൽ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയ ആൾമാർ അങ്ങ ഈ സമൂമിം വഹമീം ഭയങ്കരമായ ചൂട് കാത്തലും അതേപോലെ ഭയങ്കരമായ ചുട്ടെ തണ്ണിയും അങ്ങ് കൊണ്ടുവന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലി. ചൂട് കാത്തും ഭയങ്കരമായ ചൂടുള്ള തണ്ണിയും അങ്ങക്ക് ചൂടുള്ള അല്ലണ്ടെങ്കിൽ ദട്ടമായ കറുത്ത പുകരെ തെനലും അങ്ങ് കിട്ടുന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലി. യഥാർത്ഥത്തില് തെനല് ചൊല്ലത് ഒരു മനുഷ്യക്ക് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടായിട്ട് വേണ്ടത്. ഒന്ന് തെനൽ കൊണ്ട് ഉപകാരം തിരിച്ചിട്ടുണ്ടെങ്കിൽ ദഫുൽ ഹർ, ഒന്ന് ചൂട് കൊരടിയാക്കുന്നതായിട്ട് തെനല് ചൊല്ലത്. അതേപോലെ രണ്ടാമത്തെ എന്തിരിച്ചിട്ടുണ്ടെങ്കിൽ ഹുസ്നുൽ മന്ദർ, ആ തെനൽ കാണുമ്പോഴത്തേക്കേ ഒരു കൊസിയായിട്ട് മനുഷ്യരുടെ കൽബും കാണുമ്പോഴത്തേക്കേ ഒരു കൊസിയായിട്ട്. അതേ സന്ദർഭത്തിൽ ആ നരകത്തിലും ഈ രണ്ടുണ്ട്. നരകത്തിലും മനുഷ്യക്ക് തെനൽ കിട്ടി ആയെങ്കിൽ ആ തെനൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചൂട് അത് തടക്കല. നരകത്തെ ഇത്രയും ചൂടുകു ഭയങ്കരമായ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നരകത്തെ ചൂട് തണക്കൽ കൊല്ലതല്ല, ചൂട് കൊരടിയാക്കണ കൊല്ലതല്ല തെനല്. അതേപോലെ കാണുന്ന ഒരു ചന്തവും ആ തെനലില്ല. എന്ത് ചൊന്നിട്ടായെങ്കിൽ തെനൽ എങ്ങനെ ചൊന്നിട്ടായെങ്കിൽ ദട്ടമായ കറുത്ത പുകയുടെ അടിയിലായിട്ടിക്കര് മനുഷ്യന്മാരിങ്ങനെ ബന്ധുണ്ടിക്കരെ ചൊന്നിട്ടായിട്ടിക്കര് ഖുർആൻ ചൊല്ലും. എന്നിട്ടായെങ്കിൽ ആ ഖുർആന്റെ ഒരു ശൈലി ഉണ്ട്, പടച്ചുറപ്പുടെ ഒരു ശൈലി. എന്താ ചൊന്നിട്ടായെങ്കിൽ ഒരു മനുഷ്യകെല്ലാം ശിക്ഷ കൊടുക്കുമ്പോഴത്തേക്കും അള്ളാഹു അതിന് കാരണം ചൊല്ലുക. മനുഷ്യകെല്ലാം ശിക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് കാരണം ചൊല്ലുക. ദുനിയാവിലുള്ള ആൾമാരെ പോലല്ല. ഖിയാമത്തിനാലാകുമ്പോഴത്തേക്കും ഒരു അവസ്ഥ പണ്ട് എന്തിനു ചൊന്നിട്ടുണ്ടെങ്കിൽ കൊന്നോട് കൊത്തിക്കല ഞാൻ എന്തിനേക്ക് കൊന്നോണ്ടില്ല ഒരു മനുഷ്യര്. അതേപോലെ കൊല ചെയ്യപ്പെട്ട ആൾ കൊന്നില്ല നണ്ടെതിരിക്കും കൊന്നോണ്ടുള്ള ചൊല്ലും. ഇങ്ങനത്തെ ഒരു കാലം എന്ന് ദുനിയാവിൽ പറഞ്ഞുകൊണ്ട് ചൊന്നിട്ടായിട്ട് കൊന്നോട് കൊന്നില്ല ഞാൻ എന്തിരിക്കൊണ്ട് കൊന്നോണ്ടുള്ള ചൊന്നിട്ടു. അതേപോലെ കൊല ചെയ്യപ്പെട്ട ആൾ കൊന്നില്ല നന്റെ എന്തിരിക്കും കൊന്നോണ്ടുള്ള ചൊല്ലത്. ഇങ്ങനത്തെ ഒരു പരിസ്ഥിതിയായിട്ട് ദുനിയാവിൽ ഇനിയിപ്പോ പറഞ്ഞുകൊണ്ട് ചൊന്നിട്ടായിട്ട് നിമിതങ്ങ ചൊന്നിട്ടുള്ളൂ. ഇനിയിപ്പോ കാശ്മീരത്തിൽ നടന്ന അവസ്ഥ അതേപോലെ കൊന്നോണെങ്കിൽ കൊന്നിക്കല ഇതുകൊണ്ട് എന്തിനേക്ക് കൊള്ളേ ചൊന്നിട്ടു. അതേപോലെ അവിടെയുള്ള പ്രവാസികൾക്ക് തങ്ങളെന്തിരിക്ക് കൊന്നോണ്ടുള്ള ചൊല്ലത് ആ കൊന്നിക്കല. ഇങ്ങനത്തെ ഒരു പരിസ്ഥിതിയായിട്ട് അതേ സന്ദർഭത്തിലായി ദുനിയാവിലായെങ്കിൽ റബ്ബുടെ ഒരു ചിന്തരെ ചൊന്നിട്ടായെങ്കിൽ പടച്ചിറപ്പു ഖുർആനില് ചൊമ്മ എല്ലാ ത്യാഗത്തിലായാലും ആളുകളെല്ലാം ശിക്ഷ കൊടുക്കുമ്പോഴത്തേക്കും നരകത്തിലിട്ട് ശിക്ഷിക്കുമ്പോഴത്തേക്കും അള്ളാഹു എന്താക്കണ വന്നിട്ട എന്തുകൊണ്ടിട്ടായിട്ട് നിന്റെ ശിക്ഷ തന്നോണ്ടുള്ളേ, എന്തുകൊണ്ടിട്ടായിട്ട് നിൽക്കുന്ന ഇത്രയും അതാപ് തന്നോണ്ടുള്ളേ ചൊന്നിട്ടായിട്ട് അള്ളാഹു ഒരു റീസൺ ചൊല്ല. അതായിട്ട് ഇക്കരോട് ചൊല്ലേ ഈ നരകത്തിലുള്ള ആൾമാർക്ക് അള്ളാഹു താല സമൂഹം കൊടുക്കുക, ഹമീമ് കൊടുക്കുക, ലില്ലിമ്മി അഹ്മം കൊടുക്കുക. ഇന്ത്യക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ, അതായിട്ട് റീസൺ ചൊല്ലി. ഇങ്ങല്ലാഹു നരകത്തില് ഈനത്തെ അതാബ് കൊടുക്കണില്ലേ. കാരണം ഇന്നഹും ഖണ്ഡിതമായിട്ടും ആൾമാർ കാനു അങ്ങായിട്ടിന്നാര ഖബല ദാലിക മുത്രഫീൻ, ദുനിയാവിൽ അടിച്ചു വലിച്ച് ജീവനായിട്ട് ഇക്കറോണ്ടത്. ഖുർആൻ ചെന്നതായിട്ട് മുത്രഫ് തറഫ് ചെന്നതായിട്ട് അടിച്ചു വലിച്ച ജീവനായിട്ട് ഇക്കറോണ്ടത്. ഓണുകു പേരും പോലെ ഒന്ന് ജീവിച്ച ഓണുകു പിന്നെ നരകത്തിൽ പേടിയില്ല, ഖബറുകൾക്ക് കടുപ്പുന്ന ചൊല്ലർ പേടിയില്ല, എന്തും ഇല്ല. ഓണ് പേരും പോലെ ഒന്ന് ജീവിച്ച ആ ജീവിച്ചിട്ട് വന്ന മനുഷ്യായിട്ട് നരകത്തിൽ ഇങ്ങനെ അതാബ് നേരിട്ടുണ്ടല്ലേ പേസാക്കടേ ചെന്നിട്ടായിട്ട് ഖുർആൻ ഞങ്ങളെ മുന്നിൽ പഠിപ്പാട്ടിച്ചു. അതല്ലേ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങ ഈ ദുനിയാവിലും ബേക്കാട്ടിട്ട് ജീവിക്കൊണ്ടുള്ള ആൾമാരല്ല. മൈക്കാലത്തില് ഒരു ക്രിസ്ത്യാനിയായ ഒരു പാലക്കാരൊക്കെ
ഇപ്പുറത്തെ റീസൺ അവನು ഹയാത്തിലുള്ള നല്ല പൈസ കൊണ്ടുണ്ടില്ല. അവൻ ചൊല്ലേ ഇനി ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാല ഒരു 35 വർഷം 35 വർഷം நான் ജീവിக்கிறேன். ഈ 35 വർഷം ഇക്കര ഇടയ്ക്ക് അടിച്ചു വെച്ച് ജീവിക്കറായിട്ടിരിക്കുന്നതാണ്. എനിക്ക് എന്തെല്ലാം ആക്കും മനസ്സുണ്ടോ അതെല്ലാം ഞാൻ ആക്കറേ. പിന്നെമാ 35 വർഷം ആകുമ്പോഴത്തേക്ക് ഞാൻ സൂസൈഡ് ആക്കണായിട്ടിരിക്കുന്നത്. അവന്റെ നീയത്തെ ഇന്ന് മയ്യാവുണ്ട് ദുനിയാവ് അത്ര മയ്യാവ് നിൽക്കും. 35 വർഷത്തോളം എന്തിനാക്കണോ തീര് അതെല്ലാം ഞാൻ ആക്കറേ. അവൻ സമ്പത്തും അള്ളാഹു കൊടുത്തറ ഒരു ക്രിസ്ത്യാനിയായിട്ട് മനുഷ്യായിട്ടിരിക്കറ എല്ലാം ഉണ്ട്. പിന്നെ 35 വർഷം പിന്നെ ദുനിയാവ് പേരുണ്ടില്ല സൂസൈഡ് ആക്കണ. പിന്നെ ഇതായിട്ടിക്കറ് ഇത് അവിശ്വാസിയായ ആൾമാർക്കുള്ള ചിന്തന ഇങ്ങനെ ആയിട്ടിരിക്കും. ചൊമ്മത്തെ ആൾമാരുടെ മെന്റാലിറ്റി ഇതായിട്ടിരിക്കും. യഥാർത്ഥത്തിൽ മുസ്ലിമികനായ മെന്റാലിറ്റി അതല്ല. അതല്ല ഖുർആൻ തന്നെ ഇന്നവും കാനു ഖബല ദാലിക മുത്രഫീൻ. നരകത്തിൽ 3 ശിക്ഷ ആയിട്ടിരിക്കുന്നത്. ഇനിയിപ്പോ ചൊല്ലണു കൊണ്ടു ധാരാളമായ നരകത്തിൽ അനുഭവിക്കുന്ന ഓരോ ശിക്ഷകൾ ചൊല്ലണു കൊണ്ടു. അപ്പൊ എന്ത് കാരണത്തിൽ ചെന്നിട്ട് അള്ളാഹു ചൊല്ലേ ദുനിയാവിലങ്ങ അടിച്ചു പൊളിച്ചിട്ട് ജീവിച്ചാറ് ചെന്നിട്ടായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചാറ് അങ്ങനെ വേണം പോലെ അങ്ങ് ജീവിച്ചാറ് ഇതിനെ കാരണത്തിലായിട്ട് നരകത്തിൽ ഇങ്ങനെ അതാബുടെ അങ്ങനെ പേസാക്കട ചെന്നിട്ടായിട്ട് ആണ് പരിപാടി. നിങ്ങൾ നോക്കൊരു റീസൺ അള്ളാഹു ചൊല്ല. അതേ സന്ദർഭത്തില മധ്യമ വർഗത്തെ ആൾമാർ സ്വർഗത്ത് പോയിട്ട് ഇന്ദ്രിക്ക് സ്വർഗത്ത് പോയി ചെന്നിട്ട് അള്ളാഹു ചൊന്നില്ല. എന്ത് കാലത്തങ്ങ് സ്വർഗത്ത് പോയിട്ടുള്ള അള്ളാഹു ചൊന്നില്ല. പിന്നെ സ്വർഗത്ത് അങ്ങ് പോണ്ടാറ് അങ്ങനെ സ്പെഷ്യാലിറ്റി മാത്രമായിട്ട് ചൊന്നേ. അതേ സന്ദർഭത്തില അങ്ങ് എന്ത് കാരണത്തിന് വേണ്ടിയിട്ട് സ്വർഗത്ത് പോയി ചെന്നിട്ട് അള്ളാഹു ചൊന്നിട്ടില്ല. അതേ സന്ദർഭത്തില് നരകത്ത് ഒരാളിനെ കടത്തുമ്പോഴത്തേക്കും അള്ളാഹു എന്താക്കട എന്തിനേക്ക് നിന്റെ നരകത്ത് കടത്തിയാക്കി വന്നിട്ട് അള്ളാഹു സ്പഷ്ടമായിട്ടും അവന്റെ പോലും അവർക്ക് ബോധന കൊടുത്തിട്ടായിട്ട് അവനെ നരകത്ത് കടത്തിലേക്ക് വന്നിട്ടായിട്ട് ഖുർആൻ പഠിപ്പാട്ട്. നിങ്ങൾ നോക്കൂ അള്ളാഹു താല ഈ തമ്മാടിയായ ആൾമാർ വേണ്ടാത്ത പ്രവർത്തനാക്കുന്ന ആൾമാർക്ക് അങ്ങനെ അള്ളാഹു ശിക്ഷ കൊടുക്കുമ്പോൾ ചൊല്ലുന്നത് ജസാഅൻ വിഫാഖ ഖുർആൻ ചൊല്ലാനായിട്ട് അവർക്ക് ഒത്തേ അവർക്ക് സൂട്ടബിൾ ആയ പ്രതിഫലമായിട്ട് കൊടുത്തേക്ക് വന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലു. അവർക്ക് ഒത്തതായ അവർക്ക് സൂട്ടബിൾ ആയ ജസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ സന്ദർഭത്തില നല്ല ആൾമാർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുമ്പോൾ ചൊല്ലേ ജസാഅൻ മിർ റബ്ബിക അതാൻ ഹിസാബ. അള്ളാഹു താലയുടെ ഭാഗത്തില് അവನು ഒരു ദാനായിട്ട് കൊടുത്തിരേ. അള്ളാഹു ಯಾರ കൊടുത്തിരായിട്ട് അവന്റെ ഭാഗത്തിൽ ആർക്ക് നല്ലാക്കിയ ആൾമാർക്ക്. അപ്പൊ നല്ലാക്കിയ ആൾമാർക്ക് ഉദാഹരണക്ക് എന്തിനു ചെന്നിട്ടുണ്ടെങ്കിൽ ഒർത്തകള്ളാഹു സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചൊല്ലുണ്ടില്ല. ഉദാഹരണം ഗിഫ്റ്റ് കൊടുക്കുമ്പോ എന്തിനേക്ക് ഗിഫ്റ്റ് തന്നെ ചെന്നിട്ടു അത് ചൊല്ലുണ്ടെന്നും ഇല്ല. നല്ലത് കൊടുക്കുമ്പോ അതിന് റീസൺ ചൊല്ലുണ്ടെന്നും ഇല്ല. അതേ സന്ദർഭത്തില രണ്ട് വന്ന് പേരിയ അപ്പ ആരും കേട്ടുകൊണ്ട് എന്തിനേക്ക് അടുത്ത് ഒന്ന് കേക്കല്ലേ ആരെങ്കിലും എന്തിനേക്ക് ഇത്ര നീനൊക്കെ ഗിഫ്റ്റ് തന്നല്ലേ എന്തിനേക്ക് തന്നെ ചെന്ന് കേൾക്കടാണ് ഇല്ല. അതേപോലെ ആയിട്ട് റബ്ബന്തിനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യ നല്ലാക്കേണ്ടെങ്കിൽ അവൻ സ്വർഗം കൊടുത്ത കാരണം റീസൺ അള്ളാഹു ചൊല്ലല. അതേ സന്ദർഭത്തില നരകത്ത് കടത്തുമ്പോ അള്ളാഹു റീസൺ ചൊന്നിട്ടേ റീസൺ അവർക്ക് കാട്ടിട്ടേ എന്താക്കുക നരകത്ത് കടത്തു ചെന്നിട്ടായിട്ട്. ഇതുപോലെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ ഈ ദുനിയാവിലാക്കി തപ്പുകൾ അള്ളാഹു എന്താക്കണ ശിക്ഷ കൊടുക്കുക. ഒരു കളവ് ചെന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എത്ര ഒരേ ശിക്ഷ ആയിട്ട് കൊടുക്കുക ആ ചൊന്ന കളവ് തന്നെയായിട്ട്. അതേ സന്ദർഭത്തില ഒരാള് നേര് ചെന്നിട്ടുണ്ടെങ്കിൽ 10 കൂലി കൊടുക്കുക ചെന്നിട്ടായിട്ട്. ഒരാൾ നേര് ചെന്നിട്ടുണ്ടെങ്കിൽ 10 കൂലി അള്ളാഹു കൊടുക്കുക. എന്റെ കാരണം എന്തേ കാരണം ഇത്രയായിട്ട് എന്തിനാ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ കൂലി യാരെ കൊടുക്കുക ചൊല്ലത് അള്ളാഹുടെ ഔദാര്യത്തായിട്ട് ഉദാര മനസ്സ് ചൊല്ലില്ലേ വലിയ മനസ്സ് അവനുകൊല്ലേ വലിയ മനസ്സ് ഞങ്ങളെ റബ്ബുക്ക് വലിയ മനസ്സായിട്ട് ഞങ്ങൾ നല്ല കാര്യമാക്കുമ്പോത്തുക ധാരാളം കണ്ടേ ചൊല്ലിട്ട് ഞങ്ങളെ റബ്ബുടെ ഒരു മനസ്സായിട്ട്. അതേ സന്ദർഭത്തില തപ്പാക്കിയ ആൾക്ക് അത് മാത്രമായിട്ട് കൊള്ളാവുണ്ട്. ഒരു ഉദാഹരണമാണ് എനിക്ക് ചൊല്ലുന്നുണ്ട്. ഉദാഹരണം ഏതുപോലെ കൊണ്ടുണ്ട് എന്നാൽ ആഖിറത്തില് നരകത്താൽമാർ കറക്റ്റ് ആയിട്ട് കൊണ്ടോടും. എങ്ങനെ അവന്റെ ഫേസ് ടോട്ടലി ദുനിയാവിൽ എത്ര സന്ധ എന്നുണ്ടെങ്കിലും നരകത്ത് അവൻ കറുത്ത് ടിക്കൂന്നിട്ടായിരിക്കും. അതേ സന്ദർഭത്തില സ്വർഗത്ത് പോണ്ട ആൾമാർ ദുനിയാവിലും എത്ര കറുത്ത് തിന്നുണ്ടെങ്കിൽ പോലും സ്വർഗത്ത് പോകുമ്പത്തുക വെളുത്ത് ടിക്കുവാറ് ചെന്നിട്ടായിരിക്കും. രണ്ടാൾ ഫേസ് വ്യത്യാസപ്പെട്ടു. ഒരു കൂട്ടാൽമാരെ മുഖ വെളുത്ത് ടിക്കൂ ഒരു കൂട്ടാൽമാരെ മുഖ കറുത്ത് ടിക്കൂ ചെന്നിട്ടായിരിക്കും ഖുർആൻ ചൊമ്മത്തിൽ സ്പഷ്ടമായിട്ടും ചൊല്ലും. അപ്പൊ നരകത്ത് പോണ്ട ആൾമാരും സ്വർഗത്ത് പോണ്ട ആൾമാരും സ്പഷ്ടമായിട്ടും അവിടെ കണ്ടു. പിന്നെ സ്വർഗത്ത് പോയ ആൾമാരെ കറുത്ത ജാഗേത് ഒന്നാമത്തെ കണ്ണുള്ള കലായിട്ടിക്കും.
കണ്ണിലുള്ള കണ്ണിലുള്ള ബ്ലാക്ക് ഉണ്ടല്ലോ അതങ്ങനെ കറുപ്പേക്കും. അല്ലണ്ടെങ്കിൽ അവന്റെ മേലുള്ള മജങ്ങ അതങ്ങനെ കറുത്തായി കൂട്ടുന്നിട്ടായിട്ട് കറുത്ത മജങ്ങ ഉണ്ടെങ്കിൽ അതങ്ങനെ കൂട്ടുന്നിട്ടായിട്ട് മുപ്പസ്സിരിങ്ങ ഈ ആയത്തിന് വായിക്കാനൊക്കെ പിടിപാട്ടാവും ഏതു ആവട്ടെ. അങ്ങനെ നാല് ആഖിറത്തിൽ എന്താക്കണമെന്നുണ്ടാ ഞങ്ങൾ പടച്ചിറപ്പ് ജഡ്ജിമെന്റ് വിളിക്കണം. നരകത്ത് പോണ്ട ആൾമാരെ ജഡ്ജിമെന്റ് വിളിക്കണം. വിളിച്ചിട്ടാപത്ത് അവന്റെ കിതാബ് ഓതണങ്ങ് മലക്കരട്ടി வெளிப்பாட்டுறான். மலக்கரை வெளிப்பாட்டு உன்னோட கிதாப் உண்டல்லே நீங்க நல்லதும் பிடக்கல்ல கிதாப் உண்டல்ல கொம்பாரு சொல்றான். അങ്ങനെ അങ്ങ് വന്നിട്ട് എന്താ കിടക്കുന്നുണ്ടാ അങ്ങ് വന്നിട്ട് ഓണ്ട മുന്നൊരു കിതാബ് ഓതുറാറ്. ഇതെല്ലാം ഹദീസിലുള്ള ഈ ആയത്തിന് വ്യാഖ്യാനാക്കിട്ട് നിശ്ചലവാദിസംഗ ഹദീസിൽ വെളിപ്പാട്ടതായിട്ട് അങ്ങനെ ഓണ്ട് മുന്നൊരു കിതാബ് ഓതുറാറ്. ഓതുമ്പത്തുക സുബ്ഹാനല്ലാഹ് അതിശയായി പോണ്ട. കാരണം റബ്ബേ ഇതിൽ എല്ലാം ഉണ്ടല്ലേ, ഇതിലെല്ലാ വിഷയം ഉണ്ടല്ലേ, അതിശയായി പോണ്ട. അപ്പൊ ഓണെന്താക്കടാ സപ്പറേറ്റ് കേക്കടാ പടച്ചറപ്പേ ആ കിതാബ് ഓതിയങ്ങ് ആരും കേക്കട. അതിപ്പോ ഓതില്ലേ, റെക്കോർഡ് ഓതില്ലേ, അതാരും. അപ്പൊ അള്ളാഹു ചൊല്ല അത് രണ്ട് ദാസന്മാരായ മുഖറബീങ്ങളായ മലക്കങ്ങ ചെന്നിട്ട് പടച്ചറപ്പ് ചൊല്ല. അപ്പൊ ഓൺ ആർഗ്യുമെന്റ് റബ്ബിട്ട് കേന്ദ്ര വന്നിട്ട പടച്ചറപ്പേ. അപ്പൊ നാണും നിന്റെ അടിമ അങ്ങും നിന്റെ അടിമ, നാണും നിന്റെ ദാസമേ അങ്ങും നിന്റെ ദാസമേ. അപ്പൊ നാണ് തപ്പാക്കിയത് പോലെ അങ്ങും തപ്പാക്ക് തീരണ്ടുണ്ടാ. അപ്പൊ അങ്ങ് കളവായിട്ടിരിക്കുന്നത് ഓതിര് അങ്ങ് ഓതിയത് അത് കളവായിട്ടിരിക്കുന്നത്. ഞാൻ അങ്ങനത്തെ തപ്പാക്കിട്ടില്ല. ദുനിയാവുള്ള നല്ലവണായിട്ട് ഞാൻ ജീവിച്ചവണു അങ്ങ് ഓതിരെ മാത്രം ഡോങ്കി ആയിട്ട് ചൊല്ലാൻ പറ്റുള്ളൂ. നോക്കറ അപ്പമ്മയെ പടച്ചിറപ്പ് കൊണ്ട് പലിച്ച് നരകത്ത് കിടാ ആങ്കൽ നരകത്ത് കിട്ടില്ല, ആങ്ക കൊണ്ട് നരകത്ത് കിട്ടില്ല. പിന്നെന്താക്കടാ പടച്ചിറപ്പു അപ്പൊ ഈ ഓണ്ടിൽ കേക്കടൽ എന്തിനുണ്ടെങ്കിൽ അവലൈസ കഫാബി ഷഹീദൻ ഒബിൽ മലായിക്കത്തിൽ കിറാം. അതുപോലെ മലായിക്കത്ത് നിന്റെ എതിർ സാക്ഷി നിൽക്കുമ്പോ നിനക്ക് മയ്യാവില്ലേ? ഇല്ല, മയ്യാവില്ല. അപ്പൊ നിക്ക് ആറ് സാക്ഷിയാറാവും ചെന്നപ്പോ ഓൻ ചൊല്ലത്തിന് വന്നുണ്ടാ നക്ക് നാനേ സാക്ഷി മാത്രമായിട്ട് നക്ക് വിശ്വാസം, നാനേ സാക്ഷി ചൊല്ലണം എന്നിട്ട് എന്നൊക്കെ വിശ്വാസം ചെന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോഴേക്ക് അപ്പായിട്ടിക്കര് ഓന്റെ ബാഗ് സീൽ ബുൾഡേ ചെന്നിട്ടായിട്ട് اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അപ്പൊ ഓന്റെ നാവുകു ബായിക്ക് സീൽ ബുൾഡു, ബായിക്ക് ടോട്ടലി ബീഗായിട്ടിക്കര്. പിന്നെ ഓന് ബായ് മുണ്ടോണ്ടിക്കില്ല. ബായ് മുണ്ടാണ്ടിക്കുമ്പോത്തുക സുബ്ഹാനല്ലാഹ് അപ്പായിട്ടിക്കര് ഒത്തു കല്ലിമൂന ഐദീഹിം വതഷ്ഹദു അർജുലുഹും. ഓന്റെ കൈകാലിങ്ങനെ മുണ്ടോണ്ട് തുടങ്ങുന്നത്, കൈ മുണ്ട തുടങ്ങുന്നത്, കാലിങ്ങനെ മുണ്ട തുടങ്ങുന്നത്, എല്ലാം മുണ്ട തുടങ്ങുന്നത്. അങ്ങനെ മുണ്ട തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ കണ്ണുകൊണ്ട് എതിരായിട്ട് നിൽക്കര്, അവരുടെ കാതുകൊണ്ട് എതിരായിട്ട് നിൽക്കര്. ഈ കണ്ണുകൊണ്ട് നീ എന്തെല്ലാം നോക്കിയ എല്ലാം നാളെ റബ്ബിടെ മുന്നിൽ സാക്ഷിയുള്ളൂ. കാത് ഈ കാത് എന്തെല്ലാം നീ കേട്ട, എത്രയെല്ലാം മ്യൂസിക് നീ കേട്ട എല്ലാം റബ്ബിടെ മുന്നൊരു ആൻസർ ചൊല്ലിട്ടായിട്ടിക്കര്. മാത്രല്ല ഞങ്ങളുടെ സ്കിന്നുങ്ങ പോലും ഖുർആൻ ചൊല്ലുന്നു, ഞങ്ങളുടെ സ്കിന്നുങ്ങ പോലും ഞങ്ങൾക്ക് എല്ലാ പ്രവൃത്തിനെയും റബ്ബിടെ മുന്നിൽ ചൊല്ലിട്ടായിട്ടിക്കര്. എല്ലാം പലക്കവരി ചൊല്ലിട്ടായിട്ടിക്കരും. ഇതിങ്ങനെ പലക്ക വരുമ്പത്ത് ഓൺ കേക്കിടവളാ അല്ല നിങ്ങൾ ദുനിയാവിലൊന്നും മുണ്ടിയിട്ടില്ല എന്നല്ലേ കൈലിട്ട് കേക്കട്. അല്ല നീ ദുനിയാവിൽ മുണ്ടിയിട്ടില്ല എന്നല്ലേ, നീ ദുനിയാവിൽ മുണ്ടിയിട്ടില്ല എന്നല്ലേ കാലിട്ട് കേക്കട്, സ്കിന്നിട്ട് കേക്കട്. നീ ദുനിയാവിൽ മുണ്ടിയിട്ടില്ല എന്നല്ലേ, എന്ത് ഇപ്പൊ മുണ്ടിയെ നക്കെതിരായിട്ട് നീ എന്തിനുണ്ട് ഇത്രത്തോളം ഞാൻ സേഫാക്കാൻ നോക്കിയ നീ ഇപ്പൊ നക്കിയതിന്റെ മാറ്റി വന്നിട്ട് മനുഷ്യ കേക്കടവളാ. അപ്പ ഈ കൈക്കാലങ്ങൾ ചൊല്ല് അല്ല ദുനിയാവിലു ഈ ബായിൽ മുണ്ടോട് നാവിലു ശക്തി തന്നെ റബ്ബായിട്ടിക്കര് ഞങ്ങളിട്ട് ചൊന്നെ മുണ്ടോറ് ചൊന്നെ. ദുനിയാവിലും മുണ്ടോട് നാവ് ശക്തി എന്നല്ലേ, അതേ റബ്ബായിട്ടിക്കര് ഇപ്പൊ ഞങ്ങളിട്ട് മുണ്ട ചൊന്നുണ്ടല്ലേ, ആ കാര്യത്തിൽ ഞങ്ങൾ മുണ്ടിയുണ്ടല്ലേ ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പത്തേക്കു വളക്ക അവിടെ ഹൈറാണായി പോണ്ട ചൊന്നിട്ടായിട്ടിക്കര്. ഇങ്ങനെ അള്ളാഹു താല ഓണുകു ശക്തമായിട്ടും ഓന്റെ ഭാഗത്തുള്ള സാക്ഷി അള്ളാഹു ഓണു കാട്ടിട്ടായിട്ടിക്കര് ഓണ് നരകത്ത് കടത്തല് ചൊന്നിട്ടായിട്ടിക്കര്. ഖുർആൻ ഞങ്ങൾ മുന്നിൽ പഠിപ്പാട്ടി അതായിട്ടിക്കര് ഞങ്ങളുടെ ഓതി വെച്ചായിട്ട് ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. അങ്ങക്ക് അല്ലാഹു തആല നരകത്തിൽ ഈ നംനത്തെ ശിക്ഷ അല്ലാഹു കൊടുക്കണമില്ല. കാരണം എന്താ ചെന്നിട്ടെങ്കിലും ദുനിയാവിൽ അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിച്ചാറ്. ആ കാരണത്തിന് വേണ്ടിയിട്ട് അങ്ങക്ക് നരകത്തിലാണ് സമൂഹവും ഹമീമും ലിൽമിയഹ്മും ചൊല്ലേ ഇങ്ങനത്തെ ശിക്ഷ നാണ് കൊടുത്താച്ചൊന്നിട്ടായിട്ടിക്കര്. അള്ളാഹു നാലട്ടിക ഖുർആനിൽ പഠിപ്പാട്ടിയ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരെയും സ്വർഗ നിവാസികളെ കൊടുത്തത് അള്ളാഹു ഉൾപ്പെടുത്തിയിട്ട് നരക നിവാസികളെ കൊടുത്ത് നരക നിവാസത്തെ അവസരം തൊട്ടു ആ അതാവെടുത്തിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മവാപ്പന്മാരെയും ഞങ്ങളുടെ കൂട്ടുകുടുംബത്തെയും ഞങ്ങളുടെ ജമാഅത്തെ എല്ലാ മുഅ്മിനീങ്ങളെയും ഞങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങളെയും
അള്ളാഹുവെ നരകവാസിയാസിനെ തൊട്ട് നീ കാത്ത് സലാമത്തിലാക്കുന്ന റഹ്മാനെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ